കൊച്ചിയിൽ 3.5 വയസ്സുകാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം അമ്മ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. മുളവുകാട് വടക്കും ഭാഗത്ത് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപത്തെ ധരണിയിൽ രാമകൃഷ്ണന്റെ ഭാര്യ ധനികയെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ മകൾ ഇഷാനിക്കാണ് കഴുത്തിന് പരിക്കേറ്റത്. ഗുരുതര പരിക്കുകളോടെ കുട്ടിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ കഴുത്തറുത്ത ശേഷം യുവതി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് വിശദീകരണം. ഇന്നലെ രാവിലെ 9 സംഭവം. മരിച്ച യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസും മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് VC അക്ബറും പറഞ്ഞു. സംഭവത്തിൽ മുളവുകാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ധനികയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കുഞ്ഞിന് AC പ്രശ്നമായതിനാൽ ധനികയും കുഞ്ഞും AC ഇല്ലാത്ത മുറിയിലും രാമകൃഷ്ണൻ AC ഉള്ള മുറിയിലുമാണ് ഉറങ്ങാൻ കിടന്നത്. രാവിലെ ഉറക്കമുണർന്ന രാമകൃഷ്ണൻ ഭാര്യയെ വിളിക്കാനെത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത്. ഉടൻ സുഹൃത്തിനെ വിളിച്ചു വരുത്തി ജീവനുണ്ടായിരുന്ന കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് മുളവുകാട് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ധനികയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. കൃത്യത്തിനുപയോഗിച്ച രക്തം പുരണ്ട കത്തി മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശികളായ ഇരുവരുടെയും കുടുംബം 3 പതിറ്റാണ്ട് മുൻപാണ് കൊച്ചിയിൽ താമസമാക്കിയത്. ധനികയുടെ കുടുംബ വീട് മട്ടാഞ്ചേരിയിലും രാമകൃഷ്ണന്റേത് പച്ചാളത്തുമാണ്. 8 മാസം മുൻപാണ് പുതിയ വീട് വെച്ച് ഇവർ മുളവുകാട് താമസം തുടങ്ങിയത്.